ഇതേപോലത്തെ എയർ ഡ്രൈ ക്ലേ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ചിരാത് ഉണ്ടാക്കാം. അപ്പോൾ അത് കുറേ ചിരാത് മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിതാ എയർ ഡ്രൈ ക്ലേ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്ന് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്, നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇതേപോലെ സാമ്പ്രാണി കത്തിക്കണ പാത്രമോ അല്ലെങ്കിൽ കുഞ്ഞ് എന്തെങ്കിലും നമ്മൾ ഫുഡ് മേടിച്ച് കൊടുന്ന പാത്രമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കാം നമുക്ക്. ഇത് രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്ലേ എടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഉള്ളിലാണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഇത് ഈസി ആയിട്ട് വിട്ടുപോരും. ഇനി ഇതേപോലെ കുറച്ചും കൂടി വലിയൊരു പീസ് എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഏത് പാത്രത്തിൻ്റെ ഷേപ്പാണോ നമുക്ക് വേണ്ടത് ആ പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുത്ത് അറ്റൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ ചിരാത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ വിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പാത്രത്തിൽ എന്തെങ്കിലും ഷേപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലേയിൽ പിടിക്കും ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് എഡ്ജൊക്കെ റൗണ്ട് ആക്കിയിട്ട് കൊടുന്നിരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ കയ്യിൽ ഇത്തിരി വെള്ളം നനച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല എഡ്ജൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. അതിൽ ക്രാക്കൊന്നും ഇല്ലാതെ തന്നെ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഡ്രൈ ആവണതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത്രയും ടൈറ്റായിട്ടല്ല അത് ക്ലേ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഈസി ആയിട്ട് ഈ പാത്രം നമുക്ക് ഇതിന്ന് ഡീമോൾഡ് ചെയ്യാനും പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവണതിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഷേപ്പുകൾ ഡിസൈനുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെന്നിൻ്റെ അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടോ നമുക്കിതിൽ ഡിസൈൻസൊക്കെ കൊടുക്കാം. ഇത് ഒരു 24 മണിക്കൂറിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഡ്രൈ ആയി കിട്ടിയാൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇത് പെയിൻറ്റ് ചെയ്യും. ഞാൻ ഈ റെഡ് പെയിൻറ്റ് അടിച്ചതിന് ശേഷം വാർണിഷും കൂടി ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിളക്കം കിട്ടും. അതിനുശേഷം നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും ഉണ്ടാവും ഇങ്ങനത്തെ 3D ലൈനേഴ്സ്, ഗ്ലാസ് ലൈനറോ അല്ലെങ്കിൽ വെറുതെ ഔട്ട്ലൈൻ ചെയ്യാനുള്ള പ്ലെയിൻ ആയിട്ടുള്ള ലൈനർ അല്ലെങ്കിൽ ഗ്ലിറ്ററുള്ള ലൈനർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലാസ് ലൈനറിൻ്റെ ബ്രോൺസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിൽവർ 3D ലൈനർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്രോൺസ് കളറോ വൈറ്റോ ബ്ലാക്കോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉള്ളത്. ഞാനിപ്പോൾ ഇതിൽ ബ്രോൺസ് 3D ലൈനർ വെച്ചിട്ടാണ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ചിരാത് വലുതും പിന്നെ ഉള്ള 2 എണ്ണം ചെറുതും അതിലും ചെറുത് 2 എണ്ണം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആ ഓർഡറിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതിലാണ് ഞാൻ ആ പെന്ന് വെച്ചിട്ട് ഒരു മാർക്ക് മാതിരി കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൽ ഈ ബ്രോൺസ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. സ്റ്റെപ്പിലൊക്കെ വെച്ചാൽ താഴെ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമല്ലോ എന്നുള്ളതിലാണ് ഞാൻ താഴെയും കൂടി ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ വൈറ്റ് ഡോട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ ഔട്ട്ലൈനർ തന്നെയാണ്. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ടും അതിനെ ഒന്ന് ഉണക്കിയെടുത്തിരുന്നു. അതിനുശേഷം നമുക്ക് നോർമൽ നമ്മുടെ ചിരാത് യൂസ് ചെയ്യണ പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. പിന്നിൽ വെച്ചിരിക്കുന്നത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെണ്ടുമല്ലിമാലയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ചെറിയ വീഡിയോ ആണ്, ഡൗട്ടുള്ളവർ കണ്ടു നോക്കുക. ഇപ്പം നല്ല ഭംഗിയുള്ള ചിരാതുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ദിവാലിക്ക് വീട്ടിൽ തന്നെ ചിരാത് ഉണ്ടാക്കുക. കുറേ ചിരാതുകൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും വലിയ പൈസയാവും. അപ്പോൾ ചെറിയ വിലയ്ക്ക് തന്നെ എയർ ഡ്രൈ ക്ലേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചിരാതുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം, ഇഷ്ടമുള്ള കളേഴ്സ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.